വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ബദർ യുദ്ധത്തിന് ശേഷം നടന്ന പ്രസിദ്ധമായ യുദ്ധമായ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. 70 ശത്രുക്കളാണ്, 70 ശത്രുക്കൾ കൊല്ലപ്പെട്ടു. 70ഓളം ആളുകളാണ് അന്ന് ബന്ദികളായി പിടിക്കപ്പെട്ടത് ശത്രുപക്ഷത്ത് നിന്ന്. ഉഹദിൽ നേരെ മറിച്ചാ സംഭവിച്ചത്. 70ഓളം സഹാബിമാര് ഷഹീദുകളായി വധിക്കപ്പെട്ടു. അവരിൽ പ്രമുഖരായ ഹംസ റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ധാരാളക്കണക്കിന് സഹാബിമാർ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ബാക്കി വന്ന സഹാബിമാരോട് പരാജയത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ അടുത്ത് ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി യുദ്ധം പരാജയപ്പെട്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും അല്ലാഹു ഒരു പാഠം നൽകുകയാണ്. വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ മിൻകും മൻ യുരീദു ദുനിയാ ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. അല്ലാഹു പറയാണ്, വലഖദ് സദഖകുമുല്ലാഹു വഅദഹു, അല്ലാഹു അവന്റെ കരാർ സത്യമായും നിങ്ങളോട് നടപ്പാക്കി. അല്ലാഹു പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. പിന്നെന്തേ ഉഹദിൽ ആദ്യം വിജയം തന്നെ ഉണ്ടായത്? ആദ്യം വിജയം തന്നെയാണ് ഉഹദിന്റെ ആദ്യ രംഗത്ത് മുസ്ലിമീങ്ങൾ വിജയിക്കുക ചെയ്തത്. എപ്പോ? ഇത് തഹസ്സൂനഹും ബിഇദ്നിഹി, നിങ്ങൾ അവരെ കൊന്നു നശിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ. യുദ്ധം തുടങ്ങിയ നേരത്ത് വല്ലാത്ത ഒരു ഐക്യവും വല്ലാത്തൊരു അനുസരണ ബോധവും കാണിച്ച് വീറോടെ ശത്രുവിനോട് നിങ്ങൾ പോരാടി ഒറ്റക്കെട്ടായിരുന്നു പൊരുതിയപ്പോ അള്ളാഹു നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം അവൻ നിറവേറ്റിയിരുന്നു. എന്താ നിറവേറ്റിയത്? നിങ്ങൾ വിജയിക്കും. അല്ലാഹു പറഞ്ഞത് കേട്ട സമയത്തൊക്കെ നിങ്ങൾക്ക് അല്ലാഹു വിജയം തന്നു. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഹത്താ ഇദാ ഫശിൽതും, നമ്മൾ പഠിക്കണം ആ ചരിത്രം. നിങ്ങൾ ഭിന്നിച്ചു. വതനാസഅതും ഫിൽ അംരി, കാര്യത്തിൽ നിങ്ങൾ പരസ്പര വ്യത്യാസത്തിലായി തർക്കിച്ചു. അതേ മലമുകളിൽ നിർത്തിയിരുന്ന 50ഓളം വില്ലാളി വീരന്മാർ അവരോട് പറഞ്ഞിരുന്നു, സമരരംഗത്ത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഇവിടെ തന്നെ ഉറച്ചു നിൽക്കലാണ്, ഒരിക്കലും ഇറങ്ങരുത്. അതേ പക്ഷേ ആ വിഷയത്തിൽ സമരം അങ്ങ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ട് ശത്രു വിട്ടേച്ചു പോയിട്ടുള്ള സമ്പത്ത് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു. വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, വിജയം നിങ്ങൾക്ക് കണ്ടില്ലേ? പക്ഷേ നിങ്ങൾ പിന്നെയും അല്ലാഹുവിനെ അനുസരണക്കേട് കാണിച്ചു. മിൻകും മൻ യുരീദു ദുനിയാ, നിങ്ങളിൽ നിന്ന് ചിലര് ദുനിയാവിനെ മോഹിച്ചില്ലേ? കണ്ടോ, ആ ഗനീമത്ത് വാരാൻ വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചില്ലേ കുറെ ആളുകള്? നേതാവ് പറഞ്ഞില്ലേ ഇറങ്ങരുത്, പക്ഷെ അവരെ ഇറങ്ങിയില്ലേ? എന്തായിരുന്നു ലക്ഷ്യം? ഗനീമത്ത് കൈ കിട്ടണം. അപ്പൊ നിങ്ങളിൽ ചിലര് ദുനിയാവ് മോഹിച്ചു. വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളിൽ തന്നെ പരലോകം ഉദ്ദേശിച്ച് അവിടെ തന്നെ നിന്നവരുമുണ്ട്. പക്ഷേ അല്ലാഹു പിന്നെയും നിങ്ങളോട് കാരുണ്യം ചെയ്തില്ലേ? യുദ്ധത്തിൽ ശത്രുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ സുമ്മ സറഫകും അൻഹും, ശത്രുവിനെ നിങ്ങളിൽ നിന്ന് അല്ലാഹു തിരിച്ചു വിട്ടതാ. അവർക്ക് വിജയം കിട്ടിയിട്ട് പോലും 100% ശത്രു മുതലെടുത്തിട്ടില്ല. അല്ലാഹു അത് തോന്നിപ്പിച്ചില്ല അവർക്ക്. വേഗം വിജയപേരി മുഴക്കിയിട്ട് ജയിച്ചോന്നും പറഞ്ഞിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. അത് അല്ലാഹു ചെയ്തൊരു അനുഗ്രഹമായിരുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വലഖദ് അഫാ അൻകും, ആവട്ടെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. അല്ലാഹു ദു ഫദ്ലിൻ അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ഏറെ ഔദാര്യമുള്ളവനാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞ് അവർക്ക് അല്ലാഹു ആശ്വാസം നൽകുകയാണ്. സമരരംഗത്തുണ്ടായ ആ പ്രയാസങ്ങളിലെ
ആക്ഷേപമില്ലാതെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിജയം നിങ്ങൾക്ക് യുദ്ധരംഗത്തുണ്ടായി അള്ളാഹ് പറഞ്ഞത് കേട്ടപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കണം, അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം വിജയം ഉണ്ടാകും. എവിടെയെങ്കിലും അപാകത സംഭവിച്ചാൽ അതിനനുസരിച്ച് പരാജയം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാനെ സൂക്ഷിക്കണം, യഹ്ഫദുക, എങ്കിൽ അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അവനെ കാത്തു രക്ഷിച്ച് അവന്റെ കൽപ്പനകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ തജിദുഹു തുജാഹക, നിനക്ക് അവനെ നിന്റെ കൺമുമ്പിൽ കാണാം. നീ പ്രയാസപ്പെടുമ്പോ അവന്റെ സഹായമുണ്ടാകും. നീ വിളിച്ചാൽ അവൻ ഉത്തരം തരും. നിന്റെ പ്രതിസന്ധികളിൽ നീ തളരൂല. എപ്പോ നീ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങരുത് ഒരിക്കലും ആ മലയുടെ മുകളിൽ നിന്നൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇറങ്ങാതെ അവിടെ നിന്ന സമയത്തൊക്കെ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധരംഗം സജീവമായിരുന്നു. യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു ഉഹദിന്റെ ആദ്യഘട്ടം. പക്ഷേ അവർക്കിടയിൽ ഭിന്നത വന്നു. അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിര് വന്നു. അരുതാത്തത് അവർ ചെയ്തു. ഒരൽപ്പം ഭൗതികമായ മോഹം അവരുടെ മനസ്സിൽ കടന്നുകൂടി. അപ്പോഴോ യുദ്ധത്തിന്റെ ഗതിയങ്ങ് മാറി. വിജയമുണ്ടായിരുന്ന യുദ്ധമതാ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇത് അല്ലാഹു ഓർമ്മപ്പെടുത്തി. നമ്മൾ മനസ്സിലാക്കണം, ആരാണ് ഈ ആളുകളൊക്കെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത. അവരുടെ ഇടയിലുണ്ടായ അച്ചടക്കമില്ലായ്മയും അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും നേരത്തേക്ക് നീണ്ടിരുന്നപ്പോഴേക്ക് ഒരു യുദ്ധത്തിന്റെ വിജയത്തെ തന്നെ ബാധിച്ചു എന്ന് വന്നാൽ ആ സഹാബത്തിന്റെ ഒരു 1000 മൈലെത്താൻ യോഗ്യതയില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ എത്രത്തോളം അള്ളാഹ് പിടിക്കും, എത്രത്തോളം നമുക്ക് പരാജയം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പാഠമാണ്. മാത്രല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഇങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് വന്നില്ലേ എന്ന പേരിൽ കുറ്റപ്പെടുത്തിയില്ല. അപ്പോഴും അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. അവരുടെ ഓരോരുത്തരെ സംബന്ധിച്ചും അല്ലാഹു ആയത്തിറക്കി. നിങ്ങൾക്ക് അല്ലാഹ് ഇതാ വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. യുദ്ധരംഗത്ത് എന്ത് ചെയ്യണം? പരാജയം പറ്റി. നബിതങ്ങളാണെങ്കിൽ ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. സമരരംഗം ആകെ പ്രതികൂലമാണ്. ഇനി എന്ത് ചെയ്യണം എന്ന നിലയ്ക്ക് ഖുർആൻ പറഞ്ഞ ശൈലി അനുസരിച്ച് ഗമ്മൻ ബി ഗമ്മിൻ, ദുഃഖത്തിന് മീതെ ദുഃഖം, മനക്ലേശത്തിന് മീതെ മനക്ലേശം, വല്ലാത്തൊരു പരിഭ്രമത്തിലും അവസ്ഥയിലുമായപ്പോ അല്ലാഹു ഒരു അത്ഭുതം അവിടെ സംഭവിപ്പിക്കുകയാണ്. അതെന്താ? സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസാ യഗ്ശാ ത്വായിഫതൻ മിൻകും വത്വായിഫതുൻ ഖദ് അഹമ്മതുഹും അൻഫുസുഹും യظنون ബില്ലാഹി ഗൈറൽ ഹഖ് വന്നൽ ജാഹിലിയ. അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖത്തിന്റെ ശേഷം അവൻ നിങ്ങളിൽ ഒരു നിർഭയത, അതായത് ഒരു നിദ്രാമയക്കം ഇറക്കി തന്നു. ഉണ്ടോ? ഒരു അത്ഭുതമാണ്. ആർക്കാ സാധിക്കുക? യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന യുദ്ധരംഗത്ത് ഉറക്കം വരിക. ഉറങ്ങുമോ? ഒരു ഭാഗത്ത് സ്വസ്ഥായി കടന്നാൽ തന്നെ ഉറങ്ങുമോ? യുദ്ധരംഗത്ത് നിന്ന് അല്ലാഹ് കൊടുക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങളിൽ നിന്നൊരു ഈ ഭാഗത്തെ ആവരണം ചെയ്തിരുന്നു. സഹാബിമാരിൽ നിഷ്കളങ്കരായ സഹാബിമാർക്കൊക്കെ ക്ഷീണം തീരാനും ടെൻഷൻ പോകാനും മനസ്സിന്റെ സംഘർഷം ലഘൂകരിക്കാനും കുറഞ്ഞ നേരത്തൊരു ഉറക്ക് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് സഹാബിമാരിൽ പലരും ഉറങ്ങിയെന്നാണ്. സുബ്ഹാനല്ലാഹ്, നിന്നുറങ്ങാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രംഗ പറയുന്നുണ്ട്. നബിതങ്ങളെ ഏറെ സംരക്ഷിച്ച മഹാനവറുകൾ പറയാണ്, കുൻതു ഫീ മൻ തഗശാഹു നുആസ് യൗമ ഉഹദ്. ഉഹദിന്റെ ദിവസം ഉറക്ക് പിടിപെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അനുഭവം പറയാണ്, ഹത്താ സഖത സൈഫി മിൻ യദി മിറാറൻ. പല അവസരങ്ങളിൽ എന്റെ കയ്യിൽ നിന്ന് വാള് താഴ്ത്തി വീണിട്ടുണ്ട്. വാള് പിടിച്ചു നിൽക്കണ ഞാന് പല സമയത്ത് എന്റെ കയ്യിൽ നിന്ന് വാൾ ഇങ്ങനെ വീഴുന്നു. യസ്കുതു, വീഴുന്നു, ഫഅഖുദുഹു, ഞാനത് എടുക്കുന്നു. വയസ്കുതു, പിന്നെയും വീഴുന്നു, ഫഅഖുദുഹു, ഞാൻ വീണ്ടും എടുക്കുന്നു. സഹീഹ് ബുഖാരിയിൽ കാണാം. നമ്മൾ അങ്ങനെയല്ലോ, തൂങ്ങി ഉറങ്ങുമ്പോ എന്താ സംഭവിക്കുക? കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഴും. വീണാ നമ്മൾ അറിയും, വീണ്ടും എടുക്കും. പിന്നെയും ഉറങ്ങി, പിന്നെയും.
അങ്ങനെ ഉണ്ടല്ലോ. അതൊരു വല്ലാത്തൊരു അനുഗ്രഹം. കുറഞ്ഞ നേരത്തേക്ക് വിശ്വാസികൾക്കിടയിൽ ഒരു മയക്കം അല്ല കൊടുത്തപ്പോ അതങ്ങോട്ട് കഴിഞ്ഞ എല്ലാവരും ഭയങ്കര ഫ്രഷായി. നല്ല ക്ഷീണവും പ്രയാസവും വിഷമൊക്കെ തോന്നുമ്പോൾ കുറച്ചു നേരം വല്ലാതൊന്നും ഉറങ്ങണ്ട, ഒന്ന് ഇരുന്നൊന്ന് തൂങ്ങി ഉറങ്ങിയാൽ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷെ മനസ്സിന് നല്ല സ്വസ്ഥത ഉണ്ടെങ്കിലാണത്. അല്ലാഹു തആല ഇവർക്ക് യുദ്ധരംഗത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ക്ഷീണിച്ച് പരവശരായി നിൽക്കുന്ന നേരത്ത് അല്ലാഹു അതാ അത്ഭുതകരമായ ഒരു നിദ്രാമയക്കം പ്രദാനം ചെയ്യുകയാണ്. അത് എല്ലാവർക്കും ബാധിച്ചില്ല. കറകളഞ്ഞ വിശ്വാസികൾക്ക് വളരെ കൃത്യമായി ഉറച്ചു നിന്ന സഹാബിമാർക്ക് ഏതുണ്ടായുള്ളൂ. അതേ അവസരത്തിൽ കുറഞ്ഞ ആളുകള് മനസ്സിൽ നിഫാക്കും വെച്ചുകൊണ്ട് പിന്നെയും മുഹദിലുണ്ട്. അവരെ പറ്റി ഖുർആൻ എന്താ പറയുന്നത്? യഖൂലൂന ഹല്ലനാ മിനൽ അംരി മിൻ ശൈഅ, നമുക്കുണ്ടോ കാര്യത്തിൽ നിന്ന് വല്ലതും? നമ്മൾ അപ്പോഴേ അന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് പോരണ്ട, യുദ്ധത്തിന് ഇങ്ങോട്ട് വരണ്ട. അതിനല്ല മറുപടി കൊടുത്തു. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലയാണ്. യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക, നിന്നോട് വെളിവാക്കാത്തത് അവരുടെ മനസ്സിൽ അവർ മൂടിവെക്കുന്നു. എന്നിട്ട് അവര് പറയാണ്, മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി, ഉഹദിൽ ഒരുപാട് മുസ്ലിമീങ്ങളാണ് മരിച്ചപ്പോ അത് മുതലെടുത്തിട്ട് പറയാൻ തുടങ്ങി. എന്താ അത്? അങ്ങനെയുള്ള തോറ്റാൽ അങ്ങനെ പറയലെപ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ കുറ്റപ്പെടുത്താൻ 100 ആളായിരിക്കും. വിജയം വന്നാലോ അത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുണ്ടാവും. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലോ പറഞ്ഞു പരത്താനും കുറ്റപ്പെടുത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ. മുനാഫിക്ക് എന്ത് ചെയ്തു? മുനാഫിക്ക് എന്താ ചെയ്തെന്നറിയോ? ഒരുപാട് സഹാബിമാരിങ്ങനെ മരിച്ചു എന്ന് കണ്ടപ്പോൾ അവർ പറയാൻ തുടങ്ങി, ലൗകാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ, അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് മദീനക്കകത്ത് നിന്ന് പ്രതിരോധിച്ചാൽ മതി, ഇങ്ങോട്ട് പോരണ്ടാണ്. ഞങ്ങളെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല. അതിനല്ല മറുപടി കൊടുത്തു, ഖുൽ നബിയെ പറയൂ, അത്തരം പ്രചരണം അഴിച്ചുവിടുന്നവരോട്, ലൗ കുൻതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അടങ്ങിയിരുന്നിരുന്നുവെന്നാലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു, അല്ലാഹ് തീരുമാനിച്ച മരിക്കണം എന്ന് പടച്ചവൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരദാ ഇലാ മളാജിഹിം, അവരെവിടെയാണോ മരിച്ചു വീഴേണ്ട സ്ഥലമെങ്കിൽ അങ്ങോട്ടവർ പുറപ്പെട്ടു പോവുക തന്നെ ചെയ്യും. നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒളിച്ചിരുന്നോണ്ടും വരാതിരുന്നോണ്ടൊന്നും മരണം ഒഴിവാവില്ല. അല്ലാഹ് ഒരാൾക്ക് മരണം എവിടെയാണോ വിരിച്ചത് അവിടേക്കാണ് ചെല്ലും. അത് ഇസ്ലാമിന്റെ തത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ ഇവിടെ വന്ന് മരിക്കുന്നു. എന്തിനാ? നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരണം, ഇവിടെ റൂഹ് പിടിക്കണം എന്നാണ് അള്ളാന്റെ തീരുമാനം. എവിടേക്ക് എത്തിക്കും? അങ്ങനെ ഒരുപാട് ആളുകൾ. അള്ളാഹു നമുക്കെല്ലാം ഈമാനോടുകൂടിയുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ പടച്ചറബ് പറയാണ്, അത് ആരും ആരെയും കുറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞത് കേട്ടുകേണി ഇപ്പൊ ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു എന്നൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പടച്ചറബിന്റെ തീരുമാനമുള്ളവരൊക്കെ ആ തീരുമാനിക്കപ്പെട്ട സ്ഥലത്തേക്കാണ്ടെത്തും. പക്ഷെ ഇങ്ങനെയൊക്കെ അള്ളാഹ് പരീക്ഷിക്കുന്നത് എന്തിനാ? വിജയവും പരാജയവും ഒക്കെ അള്ളാഹ് തരുന്നത് എന്തിനാ? വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വിശ്വാസം എത്ര കണ്ടുണ്ടെന്ന് അള്ളാഹ് ഒന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. വലിയുമഹിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഈമാനുണ്ട് അതൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനത്രേ അല്ലാഹു. അപ്പൊ ഇടയ്ക്ക് വിജയമൊക്കെ ഉണ്ടാവും, വിജയവും പരാജയമൊക്കെ ഉണ്ടാവണം. എന്തിനാ? കൂട്ടത്തിൽ നിൽക്കുന്നവന് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഇതിൽ നിന്ന് ആരാ മാറിപ്പോണത്, ആരാ കൽബുറപ്പില്ലാത്തവൻ, ആരാ ഈമാൻ ദൃഢമില്ലാത്തവൻ എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. ഒന്നാണ് കലങ്ങി തെളിയാൻ തന്നെയാണ്, ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് അല്ലാഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയെ ശിരസാ വഹിക്കാത്തത് കൊണ്ട് മുസ്ലിം ഭാഗത്ത് ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടും അല്ലാഹു തആല കൃത്യമായി തന്നെ പിന്നെയും ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തകൂനൂ കല്ലദീന കഫറൂ, നിങ്ങൾ അവിശ്വാസികളെ പോലെ ആകരുത്. ആരാണ് അവിശ്വാസികൾ? അവരവരുടെ സഹോദരങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ നേരത്ത് പലരും പറയും, ലൗകാനു ഇൻദനാ, ഞങ്ങളുടെ അടുക്കൽ തന്നെ അവർ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ മാ മാതു വമാ ഖുതിലൂ, അവർ മരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുകയില്ലായിരുന്നു. അത് കേൾക്കുമ്പോ ഈ ബന്ധുക്കളായ ആളുകളുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവില്ലേ?
അങ്ങനെ പറയുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിങ്ങളായി പോകരുത്. വല്ലാഹു യുഹ്യീ വ യുമീത്, അള്ളയാണ് ഹയാത്തും മൗത്തും ഒക്കെ നിശ്ചയിക്കുന്നത്, അവനാ തീരുമാനിക്കുന്നത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹ് നന്നായി കണ്ടറിയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പിന്നെയും പഠിപ്പിക്കുകയാണ്, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു മരിച്ചു, അതൊന്നും ഒരു സങ്കടമായിട്ട് പറയേണ്ട കാര്യമല്ല. അതൊക്കെ വല്ലാത്തൊരു സ്ഥാനമാണ്, വല്ലാത്തൊരു ബഹുമതിയാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടുവെങ്കിലോ ഔ മുത്തും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് തന്നെ വന്നാൽ ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവുമാണല്ലോ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ശേഖരിച്ചു കൂട്ടുന്ന ദുന്യാവിന്റെ എന്തിനേക്കാളും അതല്ലേ ഉത്തമം. വലയും മുത്തും കുത്തിൽത്തും, നിങ്ങൾ മരിച്ചാലും കൊല്ലപ്പെട്ടാലുമൊന്നും സങ്കടപ്പെടേണ്ടതില്ല. ഇലല്ലാഹി തുഹ്ശറൂൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് തന്നെയല്ലേ മടക്കപ്പെടുന്നത്. അതുകൊണ്ട് പതറിപ്പോകരുത്. ഒക്കെ എന്താ കാരണം? യുദ്ധത്തിൽ പരാജയം പറ്റിയപ്പോ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്തേ അങ്ങനെ, എന്തേ അങ്ങനെ, അതിനൊക്കെ അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്, മനസ്സമാധാനം ഉണ്ടാക്കുകയാണ്. വന്നത് വന്നു, ഇനി അങ്ങനെ സംഭവിക്കരുത്. നിങ്ങളുടെ അടുത്ത് അബദ്ധം വന്നതുകൊണ്ടാ പരാജയപ്പെട്ടത്, അതുകൊണ്ട് ഇനി അങ്ങനെ അബദ്ധം വരാതിരിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനെ ആശ്വസിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രല്ല തുടർന്നുകൊണ്ടുണ്ടായ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിലേക്ക് നീട്ടിവെക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചക ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കുകയും ആ ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഗുണപാഠങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.